ഹലോ എവ്രി വൺ. അപ്പൊ നമ്മളുടെ ബയോമോളിക്യൂൾസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും, ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും സൈക്ലിക് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും, അതേപോലെ തന്നെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എങ്ങനെ വരച്ചു കാണിക്കും. ഇതെല്ലാവരും കൺഫ്യൂഷൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഒരു ട്രിക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഇത് മറന്നു എന്ന് വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, ഇത് മറന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാം അല്ലെ. ആൽഫ ആൻഡ് ബീറ്റ ഫോംസ് ഓഫ് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ പൈറനോസ് റിംഗ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, ഒരു 6 മെമ്പേർഡ് റിംഗ് വരയ്ക്കും അല്ലെ. അപ്പൊ 5 കാർബൺ ആറ്റംസ് ഉണ്ട് റിംഗില്, ഒരു ഓക്സിജൻ ഉണ്ട്, 6 മെമ്പേർഡ് റിംഗ് ഇങ്ങനെ വരയ്ക്കാം, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു CH2OH വരച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു H വരച്ചു, വളരെ CH2OH, താഴെ ഒരു H. ഇത്രയും വരയ്ക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നമ്മൾ ഉള്ളിലല്ലേ ഈ H വരച്ചു കൊടുത്തത്, ഈ H ഉള്ളിലല്ലേ വരച്ചു കൊടുത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത H പുറത്ത് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ OH ഫില്ല് ചെയ്യാം. അപ്പൊ ഈ OH പുറത്തല്ലേ, അപ്പൊ ഈ OH ഉള്ളിൽ വരയ്ക്കുക, ഇവിടെ H കൊടുക്കുക. ഇവിടെ H പുറത്തല്ലേ, അപ്പൊ H ഉള്ളിലാക്കുക, ഇവിടെ OH കൊടുക്കുക. ഇനി ഇവൻ ആൽഫ ഫോം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ, ആൽഫ ഫോം ആണെങ്കിൽ ഈ OH താഴെ വരച്ചാൽ അത് ആൽഫ ഫോം ആകും. ആൽഫ ഫോം ആണെങ്കിൽ എങ്ങനെയാണ്, OH താഴെ വരയ്ക്കുക, H മുകളിൽ വരയ്ക്കുക. അപ്പൊ ഇവൻ എന്താവും, ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോപൈറനോസ് ആയിട്ട് മാറും, ഗ്ലൂക്കോപൈറനോസ് ആയിട്ട് മാറും. ആൽഫ ആയത് എന്താണ്, OH അല്ലെ, ഫസ്റ്റ് കാർബൺ ആറ്റം. ഞാൻ കാർബൺ ആറ്റത്തിന്റെ നമ്പർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ കാർബൺ ആറ്റം, ഇത് രണ്ടാമത്തെ കാർബൺ ആറ്റം, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ കാർബൺ ആറ്റം. അപ്പൊ ഫസ്റ്റ് കാർബണിൽ OH താഴെയാണെങ്കിൽ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. ഇനി ഇതിന് ഇങ്ങനെ തന്നെ ഞാൻ കോപ്പി ചെയ്യാണ്, ഇവനെ ഞാൻ ഇപ്പൊ ബീറ്റ ആക്കി കാണിച്ചു തരാം, ഇവനെ ഇങ്ങനെ തന്നെ കോപ്പി ചെയ്തു, ഇവൻ ഇങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാജിക്. അപ്പൊ ഇപ്പുറത്ത് ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടത്തെ ഈ OH ഇല്ലേടാ, ഇവിടത്തെ ഈ OH നേരെ തിരിച്ചു വരച്ചു എന്ന് വിചാരിക്കുക. ഇവിടത്തെ ഈ OH മുകളിലേക്ക് ഞാൻ വരച്ചു, എന്നിട്ട് H താഴത്തേക്ക് വരച്ചു. അപ്പം ഇത് എന്തായിട്ട് മാറി, ബീറ്റ ഫോം ആയിട്ട് മാറി. ഇത് ബീറ്റ ഡി ഗ്ലൂക്കോപൈറനോസ് ആയിട്ട് മാറി. എന്തിനാണ് ഞാനിവിടെ പ്ലസ് ഇട്ടിരിക്കുന്നത്, അത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ആൽഫ ഫോമും ബീറ്റ ഫോം ഓഫ് ഗ്ലൂക്കോസ് വരച്ചു. ആൻഡ് ഫസ്റ്റ് കാർബൺ ആറ്റം ഏതാണ്, ഇതാണ് ഫസ്റ്റ് കാർബൺ ആറ്റം. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ OHകൾ തമ്മിലാണ് ഡിഫറെന്റ് ആവുന്നത്. അതിനപ്പൊ C1 ആനോമേഴ്സ് ആണ് ആൽഫ ആൻഡ് ബീറ്റ ഫോംസ്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ വരച്ചല്ലോ, ഇനി മറന്നുപോയില്ലല്ലോ, ഇല്ല മറന്നുപോയില്ല. ഇനി നമുക്ക് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ആൽഫ ആൻഡ് ബീറ്റ ഫോംസ് വരയ്ക്കുമ്പോൾ ഗ്ലൂക്കോസിന് നമ്മൾ 6 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ ഫ്രക്ടോസിന് നമ്മൾ 5 മെമ്പേർഡ് റിംഗ് ആണ് വരയ്ക്കുക. ഇങ്ങനെ വീട് പോലെ വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ വീട് പോലെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നേരത്തെ പോലെ തന്നെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ എന്ത് കൊടുക്കുക, ഇവിടെ ഒരു CH2OH കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ H വരും. ഇവിടെ H പുറത്താണെങ്കിൽ ഇവിടെ H ഉള്ളില്, ഇവിടെ OH പുറത്ത്. ഇവിടെ OH പുറത്താണെങ്കിൽ ഇവിടെ OH ഉള്ളില്, ഇവിടെ H പുറത്ത്. ഇനി ഇവനെ ആൽഫ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ, ഇവിടെ OH താഴെ കൊടുക്കുക, ഇവിടെ മുകളില് CH2OH കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവൻ ആൽഫ ഡി മൈനസ് ഫ്രക്ടോഫ്യൂരനോസ് ആണ് അല്ലെ. ഇത് ഫ്യൂരൻ ആണ്, ഫ്രക്ടോഫ്യൂരനോസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ബീറ്റ ഫോമിലേക്ക് വരുമ്പം ഇവനെ ബീറ്റ ഫോം വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേ ആളെ തന്നെ അല്ലെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനെ വീട് പോലെ വരച്ചു കൊടുത്തിട്ട് എവിടെയാണ് ഡിഫറൻസ് വരുന്നത്, OHന്റെ പൊസിഷൻസിലാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ OHഉം ഇവിടെ CH2OHഉം വരികയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി, ബീറ്റ ഫോം ആയിട്ട് മാറി അല്ലെ. ബീറ്റ ഫോം ആയിട്ട് മാറി. ഇവിടെ CH2OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H. അപ്പൊ ഇവൻ എന്തായി, ബീറ്റ ഫോം ആയിട്ട് മാറി. അപ്പൊ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഇവിടുത്തെ കാർബൺ ആറ്റത്തിന് നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇതാണ് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ അല്ലെ. ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. 1 2 3 4 5 6 അല്ലെ. ഇവിടെ ആണെങ്കിലോ ഇത് ഫസ്റ്റ് കാർബൺ, അതുപോലെ എന്താണ്, ഇത് സെക്കൻഡ് കാർബൺ, ഇത് തേർഡ് കാർബൺ, ഇത് ഫോർത്ത് കാർബൺ,
ഇത് 5th കാർബൺ, ഇത് 6th കാർബൺ. കാർബൺ ആറ്റത്തിനെ നമ്മൾ നമ്പർ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. 2 മോണോസാക്രൈഡ് യൂണിറ്റുകളെ തമ്മിൽ ചേർത്തിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് സുക്രോസിലുള്ള ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വരച്ച് കാണിക്കണം. ഓക്കെ, സുക്രോസിന്റെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നമുക്ക് എന്ത് ചെയ്യണം? വരച്ച് കാണിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ എന്ത് ചെയ്യാ? സുക്രോസിലെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ആണുള്ളത്. അപ്പൊ വരച്ചോ വരച്ചോ വരച്ചോ. നമ്മൾ ഗ്ലൂക്കോസിനെ വരയ്ക്കാനായിട്ട് പഠിച്ചു. ആൽഫ ഫോം ഓഫ് ഗ്ലൂക്കോസിനെ ഈസി ആയിട്ട് ഇപ്പൊ നിങ്ങൾ വരയ്ക്കും അല്ലെ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നു അല്ലേ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു. അപ്പൊ ഇവിടെ OH വെച്ചു. ഇവിടെ എന്ത് വരും? H വരും അല്ലെ? CH2OH. ഇവിടെ H വന്നു, ഇവിടെ H വന്നു, ഇവിടെ OH വന്നു, ഇവിടെ OH വന്നു, ഇവിടെ H വന്നു, ഇവിടെ OH, ഇവിടെ H വന്നു, H പുറത്ത്, അപ്പൊ H ഉള്ളില്, ഇവിടെ OH. ഇത് ആൽഫ ഫോം ആണ്. അപ്പൊ അടിയിൽ OH വരും, ഇവിടെ H വരും അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഫ്രക്ടോസിനെ വരയ്ക്കണം. ഫ്രക്ടോസിനെയും നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വീട് പോലെ വരച്ചാൽ ഫ്രക്ടോസ് ആയല്ലോ. ഫ്രക്ടോസിനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ CH2OH വരച്ചു, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇവിടെ ബീറ്റ ഡി ഫ്രക്ടോസാ വരുന്നത്. അപ്പൊ OH മുകളിൽ വരും, CH2OH താഴെ വരും. ആണല്ലോ? ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഫ്രക്ടോസും ചേർന്നാണ് സുക്രോസ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെ നിന്ന് ഒരു H2O പോവും. ഇവിടുത്തെ OHും ഒരു Hും കൂടി അവരെങ്ങോട്ടോ പോവും. അവർ പോയി കഴിയുമ്പം ഇവിടെ എന്ത് വരും? ഇവിടെ ഓക്സിജൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഇവിടെ ഓക്സിജൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇവരിങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ താഴെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സുഖമായിട്ട് ഇത് കാണിക്കാം. അപ്പോ ആദ്യത്തെ കാർബണിലുള്ള ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും അതുപോലെ തന്നെ ആരാണ്? ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബണും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഈ ലിങ്കേജിനെ നമ്മൾ എന്ത് വിളിക്കും മക്കളെ? ഈ ലിങ്കേജിനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലെങ്കിൽ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം സ്ട്രക്ചേഴ്സ് ചോദിച്ചാലൊക്കെ നമ്മൾ ഈസി ആയിട്ട് വരച്ചു കൊടുക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.